ശ്രീ ജയസൂര്യൻ, താങ്കൾ പറയുന്നതിന്റെ ഗുരുതരാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണോ താങ്കൾ പറയുന്നത്? അപ്പൊ ബി ജെ പിയുടെ ഒരു എം പി മിനി പാകിസ്ഥാനിലെ ഒരു എം പി ആണ് സുരേഷ് ഗോപി എന്ന് താങ്കൾ അഭിമാനത്തോടെ പറയുകയാണ്. ശ്രീ എസ് ജയസൂര്യൻ, ഇവിടെ അങ്ങേയറ്റം വിദ്വേഷം നിറഞ്ഞ, അങ്ങേയറ്റം അപരമത വിദ്വേഷം നിറഞ്ഞ, പച്ചക്കള്ളങ്ങൾ നിറഞ്ഞ, അവാസ്തവങ്ങൾ നിറഞ്ഞ ഒരു പ്രസ്താവന നടത്തിയത് ഏതെങ്കിലും സാധാരണക്കാരനല്ല, ഒരു സംസ്ഥാനത്തെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ്. ആ മന്ത്രി പറഞ്ഞത് കേരളം മിനി പാകിസ്ഥാനാണെന്ന നിലപാട് കേരളത്തിലെ ബി ജെ പിക്ക് ഉണ്ടോ? ശ്രീ പാകിസ്ഥാൻ ഏതൊക്കെ തരത്തിലുള്ള തീവ്രവാദത്തിനെ സ്വാഗതം ചെയ്യുന്നു, പിന്തുണയ്ക്കുന്നു, ആഘോഷമാക്കി മാറ്റുന്നു, അതൊക്കെ തന്നെ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ആ തീവ്രവാദ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യക്കാരാണ്. നമ്മുടെ കാലാകാലങ്ങളിൽ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന, നമ്മുടെ സൈനികരെ കൊന്നൊടുക്കുന്ന, നമ്മുടെ അതിർത്തികളിൽ നിരന്തരം സംഘർഷം ഉണ്ടാക്കുന്ന ഒരു നമ്മൾ ശത്രു രാജ്യം എന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അങ്ങനെ ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ, അല്ലേ? ശ്രീ ജയസൂര്യൻ, ഇന്ത്യക്കകത്തുള്ള ഒരു സംസ്ഥാനത്തെ ആ ശത്രു രാജ്യമായി കമ്പയർ ചെയ്യുന്ന നിലപാടിനോട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബി ജെ പി യോജിക്കുകയാണ്, അല്ലേ ജയസൂര്യൻ? എങ്ങനെ യോജിക്കാതിരിക്കും? ഈ കേരളം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ഉള്ള പാകിസ്ഥാൻ അനുകൂലികളെ പോലെ തന്നെ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടുകൾ എടുക്കുന്ന, പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭീകരവാദ നിലപാടുകൾക്ക് പിന്തുണ കൊടുക്കുന്ന എത്രയേറെ സംഘടനകളാണ് ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. സുരേഷ് ഗോപി മിനി പാകിസ്ഥാനിലെ, അതായത് PFI ഉണ്ട്, SDPI ഉണ്ട്. സുരേഷ് ഗോപി മിനി പാകിസ്ഥാനിലെ ഒരു എം പി ആണോ ജയസൂര്യൻ? സുരേഷ് ഗോപി മിനി പാകിസ്ഥാനിലെ ഒരു എം പി ആണോ? സുരേഷ് ഗോപി മാത്രമല്ലല്ലോ, 29 എം പിമാർ ഈ മിനി പാകിസ്ഥാനകത്തുണ്ട്. 29 എം പിമാര്, 20 പേര് ലോക്സഭയിലും 9 പേര് രാജ്യസഭയിലും. അങ്ങനെ 2025 ഇതാ പുതിയൊരു ചാണകത്തിലൊരു പുഴു ഉണ്ടായിക്കുകയാണ്. ചില ആൾക്കാർ അങ്ങനെയാണ്, എത്ര പറഞ്ഞാലും ചില ആൾക്കാർ ചാണകത്തിൻ്റെ സ്വഭാവം തന്നെ, അതായത് ചാണകം തിന്ന ബുദ്ധി തന്നെയാണ് അവർ ഇനി പ്രവർത്തിക്കുള്ളൂ. ഇപ്പോൾ എന്താന്ന് വെച്ചാൽ, ഇതുവരെ എല്ലാവരും പറഞ്ഞിരുന്നത്, ഈ BJPയിലൊക്കെ പെട്ട ആൾക്കാർ, അതല്ലെങ്കിൽ ഈ ഒരു തീട്ട സംഖ്യകളൊക്കെ പറഞ്ഞിരുന്നത്, ഈ ഒരു വർഗീയ വിഷം മാത്രം ചീറ്റിയും കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നത് മലപ്പുറം ജില്ലയായിരുന്നു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ നടന്നിരുന്നത്. മലപ്പുറം ജില്ല ഒരു പാകിസ്ഥാനാണ്, മിനി പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പോൾ പറയണതാ കേരളം മൊത്തം, കേരളത്തിലുള്ളവർ അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഒരു പാകിസ്ഥാനാണെന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പുതിയൊരു വിഷജന്തു. അതായത് വെറും വർഗീയ വിഷം ചിറ്റണ ഈ ഒരു BJPത്തെ ഒരു എന്തൊരു പദവിയിലിരിക്കുന്ന ആളാ തോന്നുന്നു, BJPയുടെ സംസ്ഥാന സെക്രട്ടറിയോ അങ്ങനെ എന്തൊക്കെ തോന്നുന്നു. എന്താണെങ്കിലും ഇങ്ങനത്തെ ആൾക്കാർ, നിങ്ങൾക്കൊരു ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ, അതിൽ കേരളം ഭരിക്കാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒന്നല്ലെങ്കിൽ മലയാളി, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ച് വളർന്ന നിങ്ങൾ, അതും കേരളത്തിൽ ജനിച്ച് വളർന്ന നിങ്ങൾ, എന്താണ് കേരളം ഒരു പാകിസ്ഥാനിയാണെന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ എത്രത്തോളം വർഗീയ വിഷമാണ് അല്ലേ? കാരണം ഇത്രയും മതസൗഹാർദ്ദത്തിൽ പോയിക്കൊണ്ടിരിക്കണം നമ്മളെ കേരളം. അത് ഏത് മതക്കാരാണെങ്കിലും ഒരു തോളിൽ തോള് കൈയിട്ട് നടക്കണം, മതസൗഹാർദ്ദത്തിലൂടെ പോയിക്കൊണ്ടിരിക്കണം ഈ ഒരു സംസ്ഥാനത്തിൽ ഇങ്ങനെ വർഗീയ വിഷം ചീറ്റണത് എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാ ഈ ഒരു ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിച്ച് കഴിയാൻ വേണ്ടിയിട്ടാണോ, അതോ അങ്ങനെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർഗീയ വിഷമാണ് നിങ്ങൾ ചീറ്റിയും കൊണ്ടിരിക്കുന്നത്? അല്ല, എനിക്ക് മനസ്സിലാകണില്ലേ. കാരണം ഇതുവരെ നല്ല സൗഹാർദ്ദത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കാണെങ്കിൽ, BJPക്കാർക്കാണെങ്കിലും കേരളമാണെങ്കിൽ ഭരിക്കാൻ കിട്ടണമില്ല. ആ ഒരൊറ്റ വിഷമം കൊണ്ടാണ് നിങ്ങൾ പറയണത്, അല്ലെങ്കിൽ ആ ഒരു ദേഷ്യമാണ് നിങ്ങൾ ഈ കേരളത്തിനോട് പ്രകടിപ്പിക്കുന്നത്? അല്ല, എന്താണെങ്കിലും നമുക്ക് കേന്ദ്രത്തിൽ നിന്നാണെങ്കിലും ഈ ഒരു കേരളത്തിന് വല്ല പരിഗണനയൊന്നും കിട്ടണില്ല. കേരളമൊക്കെ നിങ്ങൾക്ക് ഭരിക്കാൻ കിട്ടിയാൽ കേരളത്തിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? കാരണം ഒരു BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി ഇവിടുന്ന് ജയിപ്പിച്ച് ഒരു MP ആയിട്ട് ഇവിടുന്ന് വിട്ടതാണ്. അപ്പോൾ ഈ ഒരു കേരളത്തിന് എന്താണ് ഇപ്പോൾ സുരേഷ് ഗോപിനെ കൊണ്ട് കിട്ടിയിരിക്കുന്നത്? ആ തൃശ്ശൂരുകാരുടെ ഒരു കഷ്ടകാലം. അപ്പോൾ ഇങ്ങനെ ഒരാളെന്നെ ഈ കേരളത്തിൽ നിന്ന് ഇങ്ങനെ MP ആയിട്ട് പോയിട്ട് ഒരു ഉപകാരം ഇല്ലെങ്കിൽ, ഈ കേരളത്തിൽ മൊത്തം നിങ്ങളൊക്കെ ഭരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അല്ലേ അവസ്ഥ? ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നതാണല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പോൾ ആളൊരു സിനിമാ സ്റ്റേജിൽ കൂടിയാണ് ഇപ്പോൾ ഒരു സിനിമാ നടൻ എന്നുള്ളതും, അതുപോലെ തന്നെ ഏത് സ്റ്റേജും പ്രോഗ്രാമും കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു നടനാണ് എന്നുള്ളതിലൊക്കെയാണ് അയാൾ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ അയാളെ കൊണ്ട് തന്നെ ഇപ്പോൾ മലയാളികൾക്ക് മലയാളി പ്രത്യേകിച്ച് തൃശ്ശൂരർ അടങ്ങാറായിക്കുകയാണ് ഈ ഒരു വ്യക്തിനെ കൊണ്ട്. കാരണം ഈ ജയത്തിന്റെ ഉത്തരവാദിത്വം തൃശ്ശൂരിലെ ജയവുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത്. അത് വലിയ ഒരു ശക്തി കേന്ദ്രത്തിലേക്ക് നിങ്ങൾ ഒരു കണ്ണി മാത്രമാണ് നൽകിയിരിക്കുന്നത്. കേരളം നിയമസഭയിലേക്ക്
പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും പോകുന്ന രണ്ട് തിരിനാളങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് 2026 സംഭവിച്ചാൽ അങ്ങനെ, അതല്ല അതിനു മുമ്പ് അത് സംഭവിക്കുമെങ്കിൽ ഒരു 27 പേർ അതിനകത്ത് വരണം. കേരളം ആര് ഭരിക്കണമെന്ന് ആ 27 പേർക്ക് ചേർന്നെടുക്കുന്ന ശക്തി, ആ ശക്തി സ്വീകരിക്കുന്നിടത്താണ് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ നിലപാട്, അവരുടെ ഭരണ നിലപാട് എല്ലാം ഇവിടെ ശക്തമായി സ്ഥാപിക്കാൻ പോകുന്നത്. നമുക്ക് അത്യാവശ്യം വേണ്ടത് ഭരണം നിശ്ചയിക്കണം, ഭരണത്തിൽ സ്വാധീനം ചെലുത്തുക. പ്രീണനം നശിപ്പിക്കപ്പെടേണ്ട ഒരു പ്രവർത്തനമാണ്, ചിന്താഗതിയാണ്. അതും നിശ്ചയിക്കാൻ ഈ 27 പേർക്ക് സാധിക്കണം. തൃശ്ശൂർ എനിക്കിഷ്ടമാണ്, തൃശ്ശൂർ എനിക്ക് വേണം, ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം. എന്നിട്ടേ ഞാൻ പറഞ്ഞുള്ളൂ ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക. പക്ഷെ പാലക്കാട് നിന്ന് എനിക്കത് മാറ്റി പറയേണ്ടി വരും. നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ, ഈ കേരളം ഞങ്ങൾ ഇങ്ങെടുക്കും. കേരളത്തിലുള്ളവര് ഇവന്മാരൊക്കെ ഇങ്ങനെ ജയിപ്പിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സുരേഷ് ഗോപി കാട്ടണ ഇതേ ആ ഒരു അവസ്ഥയായിരിക്കും മറ്റുള്ള ആൾക്കാരും കാട്ടുക. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സുരേഷ് ഗോപിനെ കൊണ്ട് തന്നെ ഇപ്പം നമ്മളെ തൃശ്ശൂരുകാരും പ്രത്യേകിച്ച് നമ്മുടെ ഒരു MP കേന്ദ്ര സഹമന്ത്രി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പയിക്കണത്. അപ്പോൾ അങ്ങനെ ഒരു മന്ത്രിയായിട്ട് പോലും നമുക്കൊരു ഒരു കേരളത്തിനൊരു പരിഗണന പോലും ഇപ്പം നമുക്ക് കിട്ടണില്ല കേന്ദ്രത്തിൽ. അപ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്താ വെച്ചാൽ അവർ വിചാരിക്കുന്നത് കേരളം ഒരു പാകിസ്ഥാനെ പോലെയാണ് അവരൊക്കെ എപ്പോഴും കാണുന്നത്. കാരണം ഇപ്പോൾ ഓരോരുത്തർ പറയണത് കേട്ടില്ലേ, കാരണം നമ്മളെ കേരളത്തിലെ മലയാളി അവരുടെ നാവ് കൊണ്ട് തന്നെ പറയുന്നു നമ്മളെ കേരളം മലപ്പുറം ആയിരുന്നു അവർ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളം ഒരു മിനി പാകിസ്ഥാൻ എന്നൊക്കെയാണ് ഇവന്മാരൊക്കെ പറയണത്. അപ്പോൾ 24-ലുള്ള ഒരു ചാനൽ ചർച്ചയിലാണ് ഏതൊരു ജയസൂര്യ അങ്ങനെ തെറ്റ് BJPയുടെ ഏതൊക്കെ ഒരു നേതാവാണ് അയാൾ കയറി ഇരുന്നിട്ട് നാവിന് എല്ലില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? SDP-യുടെ വോട്ട് വാങ്ങാൻ മടിയില്ലാത്ത ജയസൂര്യ, താങ്കൾ നിർത്ത, ഈ വെളിവുകേട് നിർത്ത. ഞാൻ കേരളത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്ത് കേരളം ഇന്ത്യയിലല്ലേ? കേരളം ഇന്ത്യയിലല്ലേ? ഞാൻ കേരളത്തെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം പാകിസ്ഥാനാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ താങ്കൾ പറയാ, തികഞ്ഞ രാജ്യദ്രോഹം പറയുന്നത് താങ്കൾ. മലപ്പുറം പാകിസ്ഥാനല്ലേ? മലപ്പുറം കേരളമുള്ള പാകിസ്ഥാൻ പറയും പാകിസ്ഥാനാണെന്ന്. കേരളമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് കേരളം. താങ്കൾ പറയുന്നത് മലപ്പുറം കേരളത്തിനകത്താണ്. സാറേ, പാകിസ്ഥാനിൽ ജീവിക്കാൻ നാണമുണ്ടോ ജയസൂര്യ? പാകിസ്ഥാനിൽ ജീവിക്കാൻ അങ്ങേക്ക് നാണമുണ്ടോ? പാകിസ്ഥാനെ ശുദ്ധീകരിക്കും. പാകിസ്ഥാനിൽ ജീവിക്കാൻ അങ്ങേക്ക് നാണമുണ്ടോ ജയസൂര്യ? ഒരു നാണവുമില്ല. പാകിസ്ഥാനെ ശുദ്ധീകരിക്കും. എന്നാ ഒരു കാര്യം പറയാം. എന്റെ സംസ്ഥാനത്തെ പറ്റി, എന്റെ രാജ്യത്തെ പറ്റി താങ്കൾ ഇരുന്ന് മര്യാദയോട് പറയരുത്. എന്റെ രാജ്യത്തെ പറ്റി താങ്കൾ ഇരുന്ന് മര്യാദയോട് പറയരുത്. എന്റെ രാജ്യം പാകിസ്ഥാൻ അല്ല, എന്റെ രാജ്യം ഇന്ത്യ. തുഞ്ചത്തച്ഛൻ അവിടെ നിൽക്കട്ടെ, എഴുത്തച്ഛൻ അവിടെ നിൽക്കട്ടെ. ജയസൂര്യ, എന്റെ രാജ്യത്തെ പറ്റി മര്യാദയോട് പറയരുത്. എന്റെ രാജ്യം ഇന്ത്യ, എന്റെ രാജ്യം, എന്റെ സംസ്ഥാനം ഇന്ത്യയിലാണ്, പാകിസ്ഥാൻ അല്ല. ജയസൂര്യനാ മര്യാദയോട് പറയുന്നത്. പച്ച മര്യാദയോട്, പച്ച നെറുകയോട് പറഞ്ഞ ജയസൂര്യനാ, രാജ്യദ്രോഹം പറഞ്ഞ ജയസൂര്യനാ. വർഗീയ വിഷം ഇങ്ങനെ ചീറ്റാവോ? വർഗീയ വിഷം ഇങ്ങനെ ചീറ്റാവോ ഒരു മുതിർന്ന നേതാവ്? മറുപടിയില്ലാതെ വർഗീയ വിഷം ഇങ്ങനെ ചീറ്റാവോ ഒരു മുതിർന്ന നേതാവ്? നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ പറ്റി മര്യാദയോട് പറയുന്നു. നിർത്തിക്കോ. എന്റെ രാജ്യം ഇന്ത്യയാണ്, പാകിസ്ഥാൻ അല്ല. പാകിസ്ഥാൻ ഒരു ഉളുപ്പില്ലാതെ പറയുന്നു. ജയസൂര്യൻ BJP-യുടെ സംസ്ഥാന നേതാവ് എന്ന് പറയുക, ജയസൂര്യൻ പാകിസ്ഥാനാണെന്ന് പറയുക. താങ്കൾ പറയുന്ന വെളിവുകേടിന്റെ ആഴം താങ്കൾക്ക് ബോധ്യമുണ്ടോ? BJP-യുടെ സംസ്ഥാന നേതാവേ, താങ്കൾ പറയുന്ന മര്യാദകളുടെ ആഴം ഒന്ന് മനസ്സിലെത്തി ആലോചിക്കുക. താങ്കൾ പറഞ്ഞ കേരളം പാകിസ്ഥാൻ ആണെങ്കിൽ രാജ്യത്തെ ഒരു സംസ്ഥാനം പാകിസ്ഥാൻ എന്ന് പറയുകയാണ്. രാജ്യത്തെ അപമാനിക്കുകയാണ് BJP-യുടെ നേതാവ്. എന്തായാലും ഈ ഒരു ചാനൽ ചർച്ചയിൽ നമ്മുടെ റിപ്പോർട്ടറായിട്ടുള്ള ആഷ്മി നല്ല കണക്കിന് കൊടുത്തുക്കണു ഈ ഒരു ജയസൂര്യ എന്ന് പറയുന്ന തീട്ടത്തിന്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ചാണകത്തെ പുഴു അതന്നെ സംസാരിക്കണത്. അതായത് ഇതൊരു പാകിസ്ഥാനാണ്, കേരളം ഒരു പാകിസ്ഥാനാണ്, മലപ്പുറം ഒരു പാകിസ്ഥാനാണ്. ഇവിടെ മറ്റേ പുള്ളിയുടെ മാതിരി ആകാൻ വേണ്ടി നോക്കുകയാണ് ഈ ഒരു ജയസൂര്യ എന്ന് പറയുന്ന ആള്. നമ്മുടെ തീട്ട VK ബൈജു ഇല്ലേ,
VK ബൈജു ആണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് മലപ്പുറത്തിനെ കുറിച്ചിട്ടൊക്കെ. മലപ്പുറം എന്താണ് ഒരു പാകിസ്ഥാനാണ്, മിനി പാകിസ്ഥാൻ എന്നൊക്കെ VK ബൈജു ആയിരുന്നു അയാളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നത്. ഇപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു മഹാനാണ് ഇപ്പോൾ ഈ ഒരു വന്ന് ജയസൂര്യ എന്ന് പറയുന്ന ഈ ഒരു തീട്ടവുപ്പാണ് അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു എന്താണ് മിനി പാകിസ്ഥാൻ എന്നൊക്കെ പറയട്ടെ. എന്താണെങ്കിലും നമ്മുടെ രാജ്യത്ത് ജനിച്ചു വളർന്ന ആൾക്കാർ തന്നെ ഇങ്ങനെ ഒരു വർഗീയ വിഷം ഈ ഒരു കേരളത്തിൽ ഇരുന്നും കൊണ്ട് പറയുമ്പോൾ നമ്മുടെ കേരളം ഒരു എന്താണ് മതസൗഹാർദ്ദത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കേരളം തമ്മിലടിപ്പിക്കാനാണ് ഇവരൊക്കെ ഉദ്ദേശം. അങ്ങനെ അടുപ്പിച്ചാൽ തന്നെ ഉള്ളൂ അവർ വിചാരിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു ഉദ്ദേശം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ അവരെന്താണ് അങ്ങനെ ഒരു BJP ഒരു നേതൃത്വം അതല്ലെങ്കിൽ BJP ഭരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും ഈ അടുത്ത കാലത്തൊന്നും ഈ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാർ അതല്ലെങ്കിൽ BJPയിലുള്ള ആൾക്കാരും അതേപോലെ BJP എന്ന് പറയുന്ന പാർട്ടിയൊന്നും ഈ കേരളം ഭരിക്കാൻ ഈ അടുത്ത കാലത്തൊന്നും ആയിട്ടില്ല, ഇനി ആകൂല. കാരണം ഇങ്ങനെ വിഷം ചീറ്റിയും കൊണ്ടിരിക്കുകയാണെങ്കിൽ BJPക്കാർക്കൊന്നും കേരളം സ്വപ്നം കാണാൻ പറ്റൂല.